വരണം വരണം മധുവരന്മാരെ. അമ്മാവനെ അറിയാലോ. അറിഞ്ഞില്ലെങ്കിൽ അറിയാനല്ലേ വരുന്നത്. കല്യാണത്തിന്റെ അന്ന് കണ്ടില്ലേ? കല്യാണത്തിനൊന്ന് ഒരുപക്ഷെ കണ്ടാൽ തന്നെ ആ ബഹളത്തിനിടയ്ക്ക് വല്ല വെള്ളം കോരുകാരനോ വിറക് വെട്ടുകാരനോ പാചകക്കാരനോ ഒക്കെ ആണെന്ന് ധരിച്ചു കാണും. ഇരിക്കും. ഞാൻ അപ്പച്ചി കണ്ടിട്ട് ഈ ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം വളരെ മനസ്സിരുത്തി വായിക്കണം. അപ്പച്ചി ഇതേ കണ്ണൂരിന്ന് നോക്കി ഒരു കല്യാണ പെണ്ണ് വന്നിരിക്കുന്നു. മോളെ നീ എപ്പോ എത്തി? ഞാൻ മാത്രമല്ല, കൂടെ ചേട്ടനും വന്നിട്ടുണ്ട്. മോളെ ഞാനിപ്പോ എന്താ ഉണ്ടാക്കുന്നത്? വരുന്ന വിവരത്തിന് നിന്നെ കാര്യമെങ്കിലും പറഞ്ഞു വയ്ക്കാൻ മേലായിരുന്നു. അതുകൊണ്ടൊന്നും അപ്പച്ചി വിഷമിക്കണ്ട. എന്റെ ഭർത്താവ് തീരെ ഉപദ്രവകാരിയല്ല. ഒരു ഗ്ലാസ് നല്ല ചായ കൊടുത്താൽ ഹീസ് ഹാപ്പി. എന്നാ ഞാൻ ചായ ഇടാം. നന്ദിനിക്കുട്ടിയുടെ അവള് മുറി കാണും. മോളെ നീ അവളെ നല്ലോണം ഒന്ന് ഉപദേശിക്കണം. ഞാൻ കല്യാണം കഴിച്ച് നടക്കുന്നത് കാണുമ്പോൾ അവൾ താനെ കല്യാണം വേണമെന്ന് പറയും. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ അവളുടെ കല്യാണം നടന്നിരിക്കും. അതിനവള് സമ്മതിച്ചിട്ട് വേണ്ടേ? അതൊക്കെ ഞാൻ സമ്മതിപ്പിക്കാം അപ്പച്ചി. അച്ഛൻ വിളിക്കുന്നു, ചായക്ക് സമയമായി. അയ്യോ എനിക്ക് വയ്യ. നിന്റെ ഭർത്താവ് എങ്ങനെയുണ്ട്? എന്നെ വലിയ കാര്യമാ, പക്ഷെ ഭയങ്കര മടിയനാ. എങ്ങും യാത്ര പോകുന്നത് ഇഷ്ടമല്ല. ആട്ടെ, അപ്പൊ നീ എന്നാ ഇവിടുന്ന് പോകുന്നത്? നാളെ. അതല്ലേ ഇന്ന് വന്നത്. ചേട്ടന് ലീവ് കൂടുതലുണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. ഇന്ന് കമ്പി വന്നു. ഉടനെ ചെല്ലണമെന്നും പറഞ്ഞ് പോവാതിരിക്കാൻ പറ്റൂ? മേച്ചോടും കേച്ചോടും നീ തന്നെ അന്വേഷണം പറയണേ. ഞാൻ പറയാം. നിന്റെ ചേട്ടൻ എവിടെ? അമ്മാവനിപ്പോ കവിത വായിച്ച് കൊല്ലുന്നുണ്ടായിരിക്കും. ഞാൻ ചെന്നിട്ട് എഴുതാം. വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഇപ്പൊ അത്ര ഓസിന് വിശേഷമൊന്നും അറിയണ്ട. അറിയണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടെങ്കിലേ ഒന്ന് കല്യാണം കഴിക്കാൻ നോക്ക്. കാത്തു നിന്ന് മുഷിഞ്ഞു അല്ലേ? സാരമില്ല. ഞാനൊരു കാര്യം പറയാനാ കാണണമെന്ന് പറഞ്ഞത്. എന്താ കാര്യം? പറയൂ. ഞാൻ ചന്ദ്രനെ സ്നേഹിക്കുന്നു. എനിക്ക് ചന്ദ്രനെ ഇഷ്ടമാണ്. സത്യമാണേ പറയുന്നത്? വീട്ടിൽ വിവാഹം കഴിക്കാനായി അച്ഛനും അമ്മയും എന്നെ നിർബന്ധിക്കുകയാണ്. ചന്ദ്രൻ എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ താമസിച്ചോ? ബെല്ലടിച്ചിട്ട് നോട്ട്സ് എഴുതിയിരുന്നില്ല. എന്താ വല്ലാതെ ഉയർത്തിരിക്കുന്നത്? ഒന്നുമില്ല, വരൂ. ഇപ്പോഴത്തെ യൂണിയൻ ചെയർമാൻ ചന്ദ്രന്റെ ഫ്രണ്ട് അല്ലേ? അതെ. ചന്ദ്രൻ ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുമോ? നടക്കുന്ന എന്ത് കാര്യമാണെങ്കിലും ഞാൻ പറഞ്ഞാ കേൾക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂണിയൻ ഉദ്ഘാടനത്തിന് രജനിയെ കൊണ്ടുവന്ന് ഒന്ന് പ്രസംഗിപ്പിക്കാമോ? ഓ യെസ്. എന്ന് മാത്രമല്ല കൊണ്ടുവരിപ്പിക്കുകയും ചെയ്യാം. എന്താ പോരെ? അല്ല, നന്ദിനിക്കുട്ടിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇതായിരുന്നു. അതാ എന്റെ വീടിനടുത്തുള്ള കുട്ടി പോന്നു. ഞാനും പോട്ടെ. ഇന്നത്തെ നമ്മുടെ മുഖ്യാജി ശ്രീ രജനി വന്നെത്തിയിട്ടുണ്ട്. ഞാൻ ശ്രീ രജനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. രജനി പാടണം. എനിക്ക് പാടാൻ അറിയില്ല. അറിയാതെ ഞാൻ എങ്ങനെ പാടും? ഇവിടെ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. നിങ്ങളുടെ കോളേജിൽ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമസ്കാരം. ഇതാണ് നന്ദിനിക്കുട്ടി, സാറിന്റെ ഏറ്റവും വലിയൊരു ആരാധികയാണ്. BA മലയാളം സെക്കൻഡ് ഇയറിന് പഠിക്കുന്നു. ഓഹോ, അപ്പൊ നിങ്ങളുടെ കൂലാണോ അവിടെ ഉറക്കെ കേട്ടത്? സാറിന്റെ എല്ലാ കൃതികളും നന്ദിനിക്കുട്ടി വായിച്ചിട്ടുണ്ട്. നന്ദിനി കാരണം ഞാനും ചിലതൊക്കെ വായിച്ചു. ഓഹോ, അങ്ങനെയാണ്. ഈ ഓട്ടോഗ്രാഫിൽ എന്തെങ്കിലും എന്താണ് എഴുതേണ്ടത്? എന്തെങ്കിലും
ഒരിക്കലും എന്നെ പോലെ ആകാതിരിക്കുക. മനസ്സിലാക്കാവുന്നവർക്ക് ഒരുപടി അർത്ഥം അതിനകത്തുണ്ട്. അദ്ദേഹം വളരെ അറിവുള്ള ആളാ മോളെ. എന്തു പറയാനാ, ആ നശിച്ച പിള്ളേർ ഒന്നും സംസാരിക്കാൻ അനുവദിച്ചില്ല. അദ്ദേഹം ഒന്നും സംസാരിച്ചുമില്ല. എന്നോട് ചോദിച്ചു ഏത് നോവലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന്. ഒരിക്കലും എന്നെ പോലെ ആകാതിരിക്കുക. ഇതിൽ തുടങ്ങുന്ന ഒരു കവിത അച്ഛൻ ഇന്ന് എഴുതി തീർക്കും. എടീ, നീ എന്തിനായിരുന്നു ഉറക്കളയ്ക്കുന്നത്? പോയി കിടന്നുറങ്ങ. എന്തുവായിരുന്നു കുത്തിക്കുറിക്കുന്നത്? ഒരിക്കലും എന്നെ പോലെ ആകാതിരിക്കുക. എനിക്ക് ഈയിടെയായിട്ട് അങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. കഥ ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. ആ, രാജനും ഗീതയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. എന്താ ചേച്ചി ഇഷ്ടം എന്ന് വെച്ചാ? കുട്ടി എന്താ കൂട്ടാ, സുഖമല്ലേ? ഇനി വന്നേ. അച്ഛനും അമ്മയും ഇവിടെ ഇല്ല. അറിഞ്ഞു, അതുകൊണ്ടാണ് ഇപ്പം വന്നത്. ആ, നീ പോയിട്ട് ഒരു പാക്കറ്റ് സേർത്ത് വാങ്ങിട്ട് വരണം, ഗോൾഡ് ഫ്ലേക്ക്. ആ, നിലവില് ഇവിടെ നിന്നല്ല, അങ്ങ് അമ്പലത്തിനടുത്ത് കേട്ടോ. പതുക്കെ വന്നാൽ മതി. എനിക്ക് സീറ്റ് വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മുടെ സംസാരം അവൻ കേൾക്കണ്ടെന്ന് കരുതിയിട്ട. ലത പോയതോടെ ഞാൻ വീട്ടിലൊറ്റയ്ക്കായി. അവൾ എന്നോട് നന്ദിനിക്കുട്ടി പറഞ്ഞതൊക്കെ പറഞ്ഞു. നന്ദിനിക്കുട്ടി പറഞ്ഞത് എനിക്ക് ശരിക്കും മനസ്സിലായി. ഞാനും ആലോചിച്ചു, ശരിയാണ്, ഞാൻ സിഗരറ്റ് വലിക്കും. നന്ദിനിക്കുട്ടിക്ക് സിഗരറ്റിന്റെ മണം പോലും ഇഷ്ടമല്ല. ഞാനൊരു പട്ടാളക്കാരനാ, വല്ലപ്പോഴൊക്കെ ഇത്തിരി കഴിക്കും. നന്ദിനിക്കുട്ടി ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവാകാൻ എനിക്കൊരിക്കലും കഴിയില്ല. എനിക്ക് ആവശ്യം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ ചപ്പാത്തിയും കുറുമയും ഒക്കെ വെച്ചു തരാൻ പറ്റിയ ഒരു പെണ്ണിനെയാണ്. നന്ദിനിക്കുട്ടി പഠിത്തമുള്ളവളാണ്. നന്ദിനിക്കുട്ടിക്ക് ഒരു പട്ടാളക്കാരനേക്കാൾ നല്ല ഭർത്താവിനെ കിട്ടും. ഞാൻ എന്തിനാ വെറുതെ നന്ദിനിക്കുട്ടിയെ ഇവിടുന്ന് കൊണ്ടുപോയി ഒരു ജീവിതം തുലയ്ക്കുന്നു? അമ്മാവനും അമ്മായിക്കും അതറിയില്ല. ലീവ് ക്യാൻസൽ ചെയ്ത് ഞാൻ മറ്റന്നാൾ പോവാണ്. ലീവ് നീട്ടിയതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ നന്ദിനിക്കുട്ടിയോടൊന്നും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ.